അസ്സലാമലൈക്കും. ജാനി ഫുഡ് കോർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് കൂന്തൽ റോസ്റ്റാണ്. കൂന്തൽ റോസ്റ്റ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ അധികം പേർക്കും അറിഞ്ഞുകൂടാ. അത് അറിഞ്ഞുകൂടാത്തവർക്കായി വളരെ ഈസിയായി അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും അതിനുശേഷം വളരെ ടേസ്റ്റിയായി അതെങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്നും നമുക്കിന്നിവിടെ കാണാം. ആദ്യം കൂന്തൽ ക്ലീൻ ചെയ്ത് കാണിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കത്തി ഊരി മാറ്റാം. ഇതിൻ്റെ തല മെല്ലെ പൊന്തിച്ച് കഴിഞ്ഞാൽ ഒരു മഷിയുടെ കവറ് കാണാം. ആ കവറ് പൊട്ടാതെ മെല്ലെ ഊരി മാറ്റുക. തലഭാഗത്ത് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു മണി പോലെ ഒരു സാധനം വരും. അതെടുത്ത് കളയാം. അതിനുശേഷം തൊലി വളരെ ഈസിയായി ഊരി മാറ്റാവുന്നതാണ്. എല്ലാ കൂന്തലും നന്നാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് 2-3 തവണ വെള്ളമൊഴിച്ച് വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകിയെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മുടെ കൂന്തൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് റോസ്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് കാണാം. 1/2 കിലോ കൂന്തലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ട സാധനങ്ങൾ: 1 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 സവാള, 2 തക്കാളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 തുടം വെളുത്തുള്ളി, കുറച്ച് വേപ്പില. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കൂന്തൽ റോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി ചട്ടി അടുപ്പത്ത് വെക്കാം.
സവാള നന്നായി വഴണ്ട് വന്നതിന് ശേഷം തക്കാളി ഇടാം. തക്കാളിയും സവാളയും നന്നായി വഴണ്ടതിന് ശേഷം പൊടികൾ ചേർക്കാം. പച്ചമണം മാറുന്നത് വരെ പൊടികൾ ചേർത്ത് ഇളക്കാം. ഇനി നമുക്ക് കൂന്തൽ ആഡ് ചെയ്യാം. കൂന്തളും മസാലയും നന്നായി മിക്സ് ആയതിനു ശേഷം 8 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. ba